ഹായ്, നമസ്കാരം. ഇന്നൊരു ചെറിയ വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷെ ആലോചിക്കുന്നവർക്ക്, ചിന്തിക്കുന്നവർക്ക് അതൊരു ചെറിയ വിഷയമല്ല, അതൊരു വലിയ വിഷയമാണെന്ന് സ്വയം ബോധ്യപ്പെടും. കാരണം നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൽ ഇന്നുവരെയുള്ള എല്ലാ അറിവുകളും ഉണ്ട്. പക്ഷെ പലപ്പോഴും ആ അറിവുകൾ നമുക്ക് തെളിഞ്ഞു കിട്ടാത്തതിന് കാരണം അതിനെ മൂടിക്കൊണ്ട്, അതിനെ മറച്ചുകൊണ്ട് മായയുടെ പ്രഭാവം എന്നൊക്കെ ഭാഗവതത്തിൽ പറയും. ഹിന്ദു സഹോദരങ്ങൾക്ക് മായ എന്ന് പറഞ്ഞാൽ അറിയാം, അല്ലെങ്കിൽ ചില വിചാരിക്കും ഏതോ പെണ്ണിൻ്റെ പേരാന്ന് വയ്ക്കും. അപ്പോൾ ആ ഒരു സത്യത്തെ മറച്ചുകൊണ്ട് കുറേ പ്രലോഭനങ്ങളും കാഴ്ചകളും മറ്റു ഭൗതിക ആസക്തികളും ഒക്കെ മറഞ്ഞു കിടക്കുന്നുണ്ട്. ഈ സത്യം നമുക്ക് സ്വയം ബോധ്യപ്പെടാൻ കുറച്ച് പരിശ്രമം വേണ്ടി വരും. ഇന്ന് നമ്മൾ നോക്കിയാൽ നാണം, മാനം, കുലീനത, സംസ്കാരം, അതുപോലെ തന്നെ അഭിമാനം, ആത്മാഭിമാനം, ഇങ്ങനെയുള്ള ഉയർന്ന മൂല്യങ്ങൾ, ഉയർന്ന ഗുണഗണങ്ങൾ പല സ്ഥലങ്ങളിലും കുറഞ്ഞു വരുന്നതായിട്ട് കാണാം. നാണം ഇല്ലെങ്കിലും മാനമില്ലെങ്കിലും തോന്നിയ കണക്കാണെങ്കിലും എങ്ങനെ പണം ഉണ്ടാക്കിയാലും, ഇപ്പം നാണം വിറ്റും മാനം വിറ്റും പണം ഉണ്ടാക്കിയാലും ആ പണം നാണക്കേടും മാനക്കേടും ഒക്കെ മാറ്റും എന്നൊക്കെ കുറേ പഴഞ്ചൊല്ലുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു തോന്നിയ പോലെയാണ് കുറേയേറെ ആൾക്കാർ, വ്യക്തികൾ, അത് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ പുരുഷന്മാരാകട്ടെ സ്ത്രീകളാകട്ടെ കുറേ പേർ. പക്ഷെ ഇപ്പോഴും ആ സംസ്കാരവും കുലീനത്വവും ക്ഷമയും നല്ല എന്താ പറയുക, നാണം, ലജ്ജ, ഒരു ഭയങ്കര ഉയർന്ന ക്വാളിറ്റിയാണ് ലജ്ജ. അങ്ങനെയുള്ള ഉയർന്ന ക്വാളിറ്റികൾ നിലനിർത്തുന്ന വിഭാഗം അല്ലെങ്കിൽ വ്യക്തികളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ കുറഞ്ഞു വരുന്നതായിട്ട് കാണുന്നു. പലപ്പോഴും ഈ സത്യം മുൻനിരയിലുള്ള പല അറിവുള്ളവർക്കും, ഡോക്ടർമാർക്കും, സിനിമ, സീരിയൽ, നല്ല ഉയർന്ന അറിവുള്ള ആർട്ടിസ്റ്റുകൾക്കും, അതുപോലെ തന്നെ അധ്യാപകർക്ക്, പ്രൊഫസർമാർക്ക്, പ്രത്യേകിച്ച് ബയോളജി പഠിപ്പിക്കുന്ന, ബയോളജി അറിയാമെന്നുള്ള വ്യക്തികൾക്ക്, സയൻറ്റിസ്റ്റുമാർക്ക്, ഇവർക്കൊക്കെ ഇക്കാര്യങ്ങൾ അറിയാം. കാരണം ഈ ഗുണങ്ങൾ അല്ലെങ്കിൽ ഈ ക്യാരക്ടേഴ്സിനെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഒരു പേർ അല്ലെങ്കിൽ 2 പേർ അല്ലെങ്കിൽ 3 പേർ ജീനുകളാണ്. ഇടുന്ന ജീൻസ് അല്ല, DNA ജീനുകൾ. അമേരിക്കൻ ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് വെച്ചുകൊണ്ട് അമേരിക്ക റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞതാണ് 46 ക്രോമസോം. ഒരു മനുഷ്യൻ്റെ ഒരു കോശത്തിൽ 46 ക്രോമസോം. ഈ 46 ക്രോമസോം അല്ലെങ്കിൽ 23 ജോഡികളിലൂടെ ഏകദേശം 40,000 മുതൽ 50,000 വരെ ജീനുകളുണ്ടെന്നും ഈ ജീനുകളാണ് സ്വഭാവത്തെ നിയന്ത്രിക്കുന്നതെന്നും ഒരുവിധം എല്ലാവർക്കും അറിയാം. പക്ഷേ ബയോളജി നല്ല രീതിയിൽ ഒരു 95% പേർക്കും, മലയാളികളിൽ പലർക്കും അറിയില്ല. കാരണം പലരും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഇംഗ്ലീഷും വേറെ പല പല സബ്ജക്റ്റുകളും ഒക്കെയാണ്. ബയോളജി അറിയാമെന്നുള്ള മെഡിസിൻ വിഭാഗത്തിലുള്ളവർ, പിന്നെ ബയോളജി എടുത്ത് പഠിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഈ വീഡിയോയുടെ താഴെ കുറേ തെറി വിളിക്കാനായിട്ട് ആൾക്കാർ വരും. കാരണം എന്തെങ്കിലും തെറി വിളിച്ചെങ്കിലും സമാധാനമാവും, ആയിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം, ഞാൻ ഇന്ന് കണ്ടൊരു കാഴ്ച കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചത്. ഒരുപാട് നാളുകൊണ്ട് കാണുന്നു, പല സ്ഥലത്തും കാണുന്നു. അപ്പം ഇന്ന് ഞാൻ കഴിക്കാൻ പോയ ഒരു സ്ഥലത്ത് ആഹാരം കഴിക്കാൻ പോയി. അവിടെ കുറച്ച് പെൺകുട്ടികൾ നിക്കറിട്ടാണ് വന്നത്. ഹോസ്റ്റലാണ്, ഹോസ്റ്റലിൽ നിന്ന് അവർ നിക്കറിട്ട് വന്നു. ഈ നിക്കറിടുന്നതിന് എനിക്ക് വിരോധമില്ല. അതൊരു 3/4 ആണെങ്കിൽ, എന്ന് വെച്ചാൽ മുട്ടിന് താഴോട്ട് കിടക്കുന്ന ടൈപ്പിലുള്ള ഒരു മുക്കാൽ പാൻസ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഇതാണെങ്കിൽ കുഴപ്പമില്ല, അതിനൊരു കുറച്ചൊരു അന്തസ്സുണ്ട്. പക്ഷേ ഇത് മുട്ടിന് മുകളിൽ തുടയുടെ പകുതിയിൽ കിടക്കുന്ന ചെറിയ നിക്കറുകളിട്ടാണ് ഏകദേശം 20, 22, 23, 4 വയസ്സൊക്കെയുള്ള പാർട്ടികളാണെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ അവർ വന്നത്. എന്നെ കണ്ട ഉടനെ അതിൽ 2 പേർ ഒന്ന് ഉൾവലിഞ്ഞു. ഒരാൾ കൂളായിട്ട് പോയി കഴിക്കാനായിട്ടിരുന്നു. 2 പേർ ഉൾവലിഞ്ഞു. അതിൽ മറ്റൊരാൾ വളരെ വലുതായിട്ട് ഉൾവലിഞ്ഞു, എന്നാലും കുനിഞ്ഞങ്ങിരുന്നു. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. ആ ഉൾവലിഞ്ഞ 2 പേരിൽ അവരെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, അവർ അമ്പലത്തിലൊക്കെ പോകുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. ആ വിഭാഗത്തിൽ വരുന്നവരാണ്, അല്ല നിസ്കരിക്കുന്നവരോ അല്ലെങ്കിൽ ചർച്ചിൽ പോകുന്നവരോ ആണെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആ കുട്ടികൾ ആ ഒരു നാണം അല്ലെങ്കിൽ എന്നെ കണ്ടപ്പോൾ ആ ഒരു ഷൈനസ് ഉണ്ടായതിൻ്റെ പ്രധാന കാരണം തീർച്ചയായിട്ടും അവരുടെ മാതാപിതാക്കൾ, അമ്മ, അച്ഛൻ, അമ്മുമ്മ, അപ്പൂപ്പൻ, ഇവർക്ക് ഈ ഉയർന്ന ക്വാളിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും കൂടുതലുണ്ടായിരിക്കും. മറ്റേ കുട്ടിയുടെ പാരൻസിനും ഉണ്ടായിരിക്കും.
ഉണ്ടായിരിക്കും. പക്ഷേ കൂട്ടുകെട്ട്, നമ്മളെ സമൂഹത്തിൽ നടക്കുന്ന കാഴ്ചകൾ, ഭ്രമങ്ങൾ, പിന്നെ അന്യരാജ്യങ്ങളിലെ കാഴ്ചകൾ കണ്ടിട്ട് അതിലേക്ക് പോകാനുള്ളൊരു ത്വര, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങൾ. ഇപ്പോൾ നമ്മൾ ആൺകുട്ടികളെ എടുത്താലും മതി. പലർക്കും നാണം മാനം അത് കുറച്ച് കുറവാണ്. കുറേ പേർക്ക് അവർ തോന്നിയ പോലെ നടക്കുന്നു, വായി തോന്നിയ തെറി വിളിക്കുന്നു, റോഡിൽ നോക്കിയ ബൈക്ക് തോന്നിയ പോലെ ഓടിക്കുന്നു, വെറുതെ വളരെ കുറേ നല്ല ആൺകുട്ടികളുണ്ട്, നല്ല പെൺകുട്ടികളുണ്ട്. അവരുടെ ശീലങ്ങൾ മോശമായി പോകരുതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കുന്നത്. ഇപ്പം നമ്മൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ ബൈക്ക് ഓടിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങൾ റോഡിലിട്ട് അടി കൂടി, അടിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും അടിച്ചടിച്ച് കൊല്ലുന്നു, പിന്നെ ചവിട്ടി കൊല്ലുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പല കാഴ്ചകളും കണ്ടു. എന്ന് വെച്ചാൽ അരഗൻ്റായി കഴിഞ്ഞ ഒരു സാഡിസം മെൻറ്റാലിറ്റിയിലൂടെ കുറേ ആൺകുട്ടികളും കുറേ പെൺകുട്ടികളും ഒക്കെ ഈ മനസ്സിൻ്റെ ചിന്തകൾ മാറിത്തുടങ്ങി. അത് ശീലങ്ങൾ എന്ന് പറയും. ഈ ശീലങ്ങൾ ഇവരുടെ എല്ലാം മാറുമ്പോൾ എന്ത് പറ്റുമെന്നറിയാമോ? നല്ല ജീനുകൾ പ്രകടിപ്പിക്കുന്നതിൻ്റെ പ്രകടഗുണമെന്ന് 10ാം ക്ലാസ്സിലെ ജനിതകശാസ്ത്രത്തിൽ പഠിക്കുന്ന പ്രകടഗുണം ഇംഗ്ലീഷിൽ പഠിക്കുമ്പോഴത്തേക്ക് +1 +2 ഡോമിനൻ്റ് ഫോം എന്ന് പറയുന്ന ആ ജീനുകൾ സപ്രസ് ചെയ്യും. അത് റിസസീവായി പോകും. ഈ പറയുന്ന നാണമില്ല, മാനമില്ല, തോന്നിയവാസം, ലജ്ജയില്ല, വായി തോന്നിയത് വിളിക്കുക, തെറി വിളിക്കുക, പരസ്യമായിട്ട് തോന്നിയ പോലെ നടക്കുക, പ്രദർശനം നടത്തുക, ഇങ്ങനെയുള്ള ശീലങ്ങളുടെ ജീനുകൾ പ്രകടമാകും. മറ്റത് ഗുപ്തമാകും. നല്ല ജീനുകൾ റിസീവാകും. ഈ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന റിസസീവിലൂടെ കിട്ടിയ പലതും, പാരമ്പര്യമായി കിട്ടിയ പല ഗുണഗണങ്ങളുള്ള ജീനുകളും അത് എന്തായി മാറും? പ്രകടമായിട്ട് മാറുകയും ചെയ്യും. പിന്നെ കാലം മാറി എന്നല്ല പറയുക, സ്വഭാവങ്ങളും ശീലങ്ങളും മാറി എന്നാണ് പറയുക. ഇതിൻ്റെ പ്രശ്നം കൊണ്ട് എന്ത് പറ്റുമെന്നറിയാമോ? അടുത്ത തലമുറ ജനിക്കുന്ന കുട്ടികളിൽ ഈ വേണ്ടാത്ത ഗുണങ്ങൾ എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല, ദുർശീലങ്ങൾ ഒരുപാട് ഉണർന്നുകൊണ്ട് തന്നെ ജനിച്ചു വരും. ജനറ്റിക്സ്, ജനിതകശാസ്ത്രം അറിയാമെന്നുള്ള, ബയോളജി നന്നായിട്ട് അറിയാമെന്നുള്ളവരോട് ചോദിച്ചാൽ മതി. ഇപ്പം തന്നെ നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ 5 വർഷത്തിനകത്ത് നമ്മുടെ സമൂഹത്തിൽ വന്ന മൂല്യത്തിൻ്റെ മൂല്യമില്ലായ്മയും പ്രദർശനങ്ങളും, അതുപോലെ സബ്സ്ക്രിപ്ഷൻ ഉൾപ്പെടെയുള്ള ഈ രാത്രി 10 മണി 9 മണി 10 മണി കഴിഞ്ഞിട്ട് വെളുപ്പാങ്കാലം 2 മണി വരെയുള്ള ശരീരഭാഗങ്ങളുടെ പ്രദർശനങ്ങൾ. ഇപ്പോൾ നമ്മൾ യൂറോപ്യൻ രാജ്യങ്ങൾ നമ്മൾ നോക്കിയാൽ അവർക്ക് പണ്ടേ തന്നെ ബീച്ചിൽ പോയി അവർ അടിവസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് കിടക്കുന്ന കാഴ്ചകളും അല്ലെങ്കിൽ നടക്കുന്ന കാഴ്ചകളും കാണാം. കാരണം അവരുടെ ആ ലജ്ജ, നാണം, ആ ക്വാളിറ്റി, ആ സാധനങ്ങളില്ല. അതുകൊണ്ട് അവർക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം അവർ പാരമ്പര്യമായ ഇൻഹെറിറ്റൻസ് വരുമ്പോഴും അതങ്ങനെ തന്നെ പോകും. പക്ഷേ ഭാരതം എന്ന് പറയുന്ന ഒരു രാജ്യം, ഇന്ത്യ എന്ന് പറയുന്ന ആ ഭാരതം, അതിൻ്റേതായ സംസ്കാരങ്ങൾ, കുട്ടി സ്ട്രോങ് ആവണം. നിക്കറിട്ടാണോ സ്ട്രോങ് ആവേണ്ടതെന്ന് ഞാൻ ചോദിക്കുന്നുള്ളൂ. സ്ട്രോങ് ആവണം, പക്ഷേ മനസ്സിൽ നന്മകളുണ്ടാവണം, ഈ ഉയർന്ന ക്വാളിറ്റിയിലുണ്ടാകണം. അല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അടുത്ത തലമുറ ജനിക്കുമ്പോൾ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ, വളരെ അധപ്പതിച്ച രീതിയിൽ ജനിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ പറഞ്ഞാണ് ആൺകുട്ടിക്കും ലജ്ജയും നാണവും മാനവും ഒന്നുമില്ല, പെൺകുട്ടിക്കും അതുമില്ല, ലജ്ജയും മാനവും ഒന്നുമില്ല. എങ്കിൽ അവരുടെ ബീജ അണ്ടങ്ങളിലൂടെ വരുന്ന ഈ ജീനുകൾ, നാണവും മാനവും ഇല്ലാത്ത ജീനുകൾ, മറ്റതിലും വരുന്ന നാണവും മാനവും ഇല്ലാത്ത ജീനുകൾ ഡബിൾ ഡോമിനൻ്റ് ഫോമിൽ അത് എക്സ്പ്രസ് ചെയ്യും. നമ്മുടെ ചെറുകുട്ടികൾ എന്ന് പറയുന്നത് തോന്നിയവാസികളായി മാറും. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിരിക്കുന്ന ജനങ്ങളിൽ ധാരാളം പേരും തോന്നിയവാസികളായിരിക്കുന്നു എന്ന് പറയുന്ന രീതി. നീ എത്രയെല്ലാം സത്യം പറഞ്ഞാലും സത്യം ജനങ്ങൾ വിശ്വസിക്കില്ല എന്ന വേദവചനം പോലെ തന്നെയാണ്. അപ്പം ജ്ഞാനം നേടുക, അറിവ് നേടുക, ആ സംസ്കാരം. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് അറിവ് നേടുന്നവനും ജ്ഞാനം നേടുന്നവനും ഭാഗ്യവാന്മാർ. എന്നാൽ അത് സ്വർണ്ണത്തെക്കാളും വെള്ളിയേക്കാൾ ശ്രേഷ്ഠവും ഡയമണ്ടിനേക്കാൾ അമൂല്യവുമാണ് എന്നാണ്. നമ്മുടെ ഹിന്ദു സംസ്കാരത്തിനകത്ത് സീതാദേവിയെക്കുറിച്ചും പാർവതി ദേവിയെക്കുറിച്ചും, അതുപോലെ നമ്മൾ സത്യവാൻ സാവിത്രിയിലേക്ക് പോയാലും എങ്ങനെയെല്ലാം പോയാലും നമ്മൾ സ്ത്രീരത്നങ്ങൾ, സതീരത്നങ്ങൾ എന്ന് പറയുന്ന ഉയർന്ന ക്വാളിറ്റിയിലാണ് നമ്മൾ കണ്ടതും അറിഞ്ഞതും പഠിച്ചതും എല്ലാം. അങ്ങനെയുള്ള ഒരു ലെവൽ ഉണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരും അവരുടെ ക്വാളിറ്റി ഏറ്റവും നല്ല രീതിയിലാക്കുക എന്നുള്ളത്. ഞാൻ എപ്പോഴും അടുത്ത തലമുറ സൃഷ്ടിക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് എൻ്റെ പുതിയ തലമുറ കുട്ടികളെ, ഞാനൊരു ആർട്ടിസ്റ്റും കൂടെയാണ്, ഒരു കലാകാരനാണ്. അഭിനയ രംഗത്ത് നമുക്ക് എന്തും ചെയ്യാം. ആ അഭിനയത്തിൽ വരുമ്പോൾ നമുക്ക് തരുന്ന റോളിൽ അങ്ങ് ചെയ്യാം. പക്ഷേ അത് നമ്മുടെ ജീനിനെ ബാധിക്കില്ല, നമ്മുടെ അകത്ത് ആ ചിന്തകളില്ല. അപ്പം ചെയ്യുന്നു, അത് വിടുന്നു. പക്ഷേ നിരന്തരം നമ്മുടെ ചിന്തകളെയും നമ്മുടെ മനസ്സിൻ്റെ വികാരങ്ങളെയും നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ തോന്നിയ പോലെ നമ്മുടെ ചിന്തകളും വികാരങ്ങളും സ്വഭാവങ്ങളും മാറി മാറി വരികയാണെങ്കിൽ ഈ സ്വഭാവം അടുത്ത തലമുറ നിങ്ങളുടെ തന്നെ മക്കളിലേക്ക് എത്തിച്ചേരുകയും ആ മക്കളെ നിങ്ങൾക്കൊരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ആ വംശവും തലമുറകളും അധപ്പതിച്ച് നശിച്ചു പോവുകയും കുലനാശവും വംശനാശവും ഒക്കെ നശിപ്പിച്ചവർക്ക് അതിൻ്റേതായ ശിക്ഷ ഈ പ്രകൃതിയിലെ ഡിവൈനിറ്റി നൽകുകയും ചെയ്യുമെന്നുള്ള ഒരു ഉൾക്കാഴ്ച കൊണ്ട് ഇത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്നെ തെറി വിളിക്കാൻ വരണ്ട. ഇഷ്ടപ്പെട്ടാൽ എടുക്കുക, അനുസരിക്കാൻ നോക്കുക, ഇല്ലെങ്കിൽ തോന്നിയ പോലെ പോവുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
ഇതിൽ ലഹരികൾ കയറി അതിനോടൊപ്പം മറ്റ് ലഹരികളും കൂടെ തലയ്ക്കകത്ത് കയറും. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലഹരി മരുന്നുകൾ നിറഞ്ഞു കവിഞ്ഞു ഒഴുകി പല സ്ഥലങ്ങളിലൂടെ. നമ്മുടെ എക്സൈസും പോലീസും വളരെ സ്ട്രോങ് ആയതുകൊണ്ട് കുറേ ഏറെ പിടിക്കുന്നു. പക്ഷേ മറുസൈഡിൽ പലരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഉപയോഗിക്കുന്ന എല്ലാവരുടെയും പുറകെ ഓടിപ്പിടിക്കാനായിട്ട് പറ്റുമോ? ശ്രമിക്കുന്നുണ്ട് മാക്സിമം. എന്നാൽ മുൻകാലങ്ങളിൽ നമ്മുടെ അയൽവക്കക്കാർ നാട്ടുകാരും തന്നെ ഇതിലെല്ലാം ശ്രദ്ധ പതിപ്പിച്ചിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഞാനുൾപ്പെടെ കുട്ടികൾ വഴിതെറ്റുമ്പോൾ അല്ലെങ്കിൽ മോശപ്പെട്ട പ്രവൃത്തികൾ കാണുമ്പം അവരെ തടയാനായിട്ട് സ്നേഹപൂർവ്വം തടയാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. ഡോണ്ട് ഡു പറഞ്ഞു. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ, ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് സദാചാര പോലീസ് കളിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആത്മാർത്ഥതയോട് സാമൂഹ്യ പ്രതിബദ്ധതയോടെയും പ്രവർത്തിച്ച പലരെയും നമ്മൾ അടിച്ചൊതുക്കി അല്ലേ. ഇന്നിപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും? കുട്ടികൾക്ക്, വ്യക്തികൾക്ക് ലഹരി ഉപയോഗിക്കാനും എവിടെ എങ്ങനെ പ്രവർത്തിക്കാനും ഏത് തോന്നിയ പോലെ നടക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രീതിയിൽ തോന്നിയ പോലെ നടക്കുന്നു. അതിൽ പ്രണയങ്ങൾ തകരുമ്പോഴത്തേക്ക് വീണ്ടും ലഹരിയുടെ അടിമയാവുന്നു, മാരകമായ ലഹരികൾ ഉപയോഗിക്കുന്നു, എന്നിട്ട് വന്ന് അമ്മയെ വെട്ടിക്കൊല്ലുന്നു, അച്ഛനെ തല്ലിക്കൊല്ലുന്നു, കൂട്ടുകാരന്മാരെ തല്ലുന്നു. തോന്നിയ പോലെ നമ്മൾ കൊലപാതകങ്ങളും അതും ഇതും നമ്മുടെ നാട്ടിൽ പല സ്ഥലങ്ങളിലായിട്ട് വന്നു കഴിഞ്ഞു. ശരിയല്ലേ? ഒരു 10-12 വർഷങ്ങൾക്ക് മുമ്പ് ഞാനിത് ഉൾക്കാഴ്ചയിൽ കണ്ട ചില കാര്യങ്ങൾ നോ എന്ന് വിളിച്ചു പറഞ്ഞിരുന്നു. പലരും മറന്നിട്ടുണ്ടാവില്ല. അന്ന് സ്വഭാവം മാറിത്തുടങ്ങിയപ്പോൾ, ശീലങ്ങൾ മാറിത്തുടങ്ങിയപ്പോൾ ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നു, ഇത് ദോഷം ഉണ്ടാക്കും. അന്ന് എന്നെ തെറി വിളിക്കാനും അടിച്ചൊതുക്കാനുമാണ്, എൻ്റെ കോലം കത്തിക്കാനുമാണ് പലരുമൊക്കെ ശ്രമിച്ചത്. നമ്മൾ കുറച്ചു. പക്ഷേ എന്ന് പറഞ്ഞ് നിർത്തത്തില്ല. കാരണം എനിക്ക് ദേശീയതയുണ്ട്, എൻ്റെ രാജ്യത്തിനോട് എനിക്ക് കടപ്പാടുണ്ട്, എനിക്ക് സമൂഹത്തിനോടൊരു കടപ്പാടുണ്ട്. ഞാൻ സ്വാർത്ഥനായിട്ടുള്ള സെൽഫിഷായിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഒരു ആർട്ടിസ്റ്റാണെങ്കിലും ഒരു സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തനമാണെങ്കിലും ഏതായാലും തന്നെയും ഞാൻ സ്വാർത്ഥനല്ല. എനിക്ക് എൻ്റെ നാട്, എൻ്റെ ജനങ്ങൾ, അടുത്ത തലമുറ, അതിനോട് അമിതമായ സ്നേഹവും വാത്സല്യമാണ്. ആ വാത്സല്യവും സ്നേഹവും കരുതലുമാണ് എന്നെക്കൊണ്ട് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിപ്പിക്കുന്നത്. നിയന്ത്രിപ്പിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല, കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഒരു പാവം അമ്മയെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ കഴുത്തറുത്ത് കൊല്ലാൻ ആ മകന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഇതൊക്കെ ഇനി കൂടിക്കൂടി വരത്തല്ലേ ഉള്ളൂ. കാരണം എന്താ? എന്നിട്ട് നമ്മൾ പടച്ച തമ്പുരാനെ, അല്ലാഹു, ഇങ്ങനെയുള്ള മാരകമായ ലഹരിയിൽ നിന്ന് ജനങ്ങളെ, കുട്ടികളെ രക്ഷിക്കണേ പടച്ചോനെ, ദൈവമേ, ഭഗവാനെ എന്ന് വിളിച്ചാൽ ഭഗവാൻ വന്ന് രക്ഷിക്കുമോ? ഒരു ഭഗവാനും ആകെ ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ, ആ ദൈവിക ശക്തി. അത് അല്ലാഹു എന്ന് വിളിച്ചാലും പടച്ചോൻ എന്ന് വിളിച്ചാലും പരബ്രഹ്മം എന്ന് വിളിച്ചാലും യഹോവെന്നും കർത്താവെന്നും ഗോഡെന്ന് പറഞ്ഞാൽ ഈ ഡിവൈൻ ഒരു പവർ, ദൈവിക പവർ, ആ പവർ ഇത്തരക്കാരെ ഒന്നും വന്ന് രക്ഷിക്കാൻ പോകുന്നില്ല. കാരണം അവരെ ആദ്യം രക്ഷിച്ച് സംസ്കാരവും മൂല്യങ്ങളും കൊടുത്ത് വളർത്തേണ്ടത് കുടുംബത്തിൽ തന്നെയായിരുന്നു, മാതാപിതാക്കൾ തന്നെയായിരുന്നു. അതത്രത്തോളം അവർ ചെയ്തോ എന്ന് ആലോചിക്കുക. 2 സ്കൂളുകളിൽ അധ്യാപകർ അത് കൊടുത്ത് വളർത്തണമായിരുന്നു. മുൻകാല അധ്യാപകരെ നമ്മൾ എവിടെ കണ്ടാലും മുണ്ട് മടക്കി കുത്തിയാൽ ആ മടത്തഴിച്ചിട്ട് നമ്മൾ ഭയഭക്തി ബഹുമാനത്തോടെ വയ്ക്കും. ഇന്നോ കുറേ അധ്യാപകരുടെ കസേര അല്ലി ഓടിക്കുന്നു, കാലു അല്ലി ഓടിക്കുന്നു, അധ്യാപകരെ തന്നെ പീഡിപ്പിക്കാൻ നടക്കുന്നു. പലയിടത്തും മൂല്യമില്ലാത്ത അവസ്ഥയായി. മൂല്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മൾ ഡയമണ്ട് വാങ്ങിക്കുമ്പോൾ, സ്വർണം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ മാറ്റുരസി നോക്കിയാണ് വാങ്ങിക്കുന്നത്. ആ സ്വർണത്തെക്കാളും ഡയമണ്ടിനേക്കാളും ഒക്കെ വളരെ അമൂല്യങ്ങളല്ലേ നമ്മുടെ മക്കളെന്ന് പറയുന്നത്. ആ മക്കളെ നമ്മൾ മൂല്യങ്ങൾ കൊടുത്ത് തന്നെ വളർത്താൻ ശ്രമിക്കൂ. എനിക്ക് മക്കളൊന്നുമില്ല കേട്ടോ, അതുകൊണ്ട് എനിക്കെങ്ങനെ പോയാലും ആരെങ്ങനെ പോയാലും എങ്ങനെയെന്ന് എന്തോ ആവട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ എന്നിലെ സാമൂഹ്യ പ്രതിബദ്ധതയും എൻ്റെ ബയോളജിയിലെ ഒരു തുള്ളി അറിവും, അതുപോലെ എന്നിലെ ഭഗവത്ഗീതയും ബൈബിളും ഖുറാനും വേദഗ്രന്ഥത്തിൻ്റെ അറിവും എന്നെക്കൊണ്ട് ഈ സത്യങ്ങൾ വിളിച്ചു പറയിപ്പിക്കുന്നു. മുമ്പ് ശക്തമായി വിളിച്ചു പറയും, ഇപ്പം ഞാൻ ചൂണ്ടിക്കാണിക്കുന്നേ ഉള്ളൂ. വേണമെങ്കിൽ എടുക്കാം, വേണ്ടെങ്കിൽ എടുക്കണ്ട. ഐ ലവ് യു ഓൾ. താങ്ക് യു. ഇത് നല്ലതാണ്, ശരിയാണെന്ന് തോന്നിയാൽ മാക്സിമം ഷെയർ ചെയ്യൂ, കുട്ടികളിലേക്ക് എത്തിക്കൂ, പാരൻസിലേക്ക് എത്തിക്കൂ. അവരത് മനസ്സിലാക്കട്ടെ. സ്വയം അവരവരുടെ DNA-കളെയും ജീനുകളെയും വേണ്ടാത്ത ശീലങ്ങൾ കൊണ്ട് നശിപ്പിക്കാതിരിക്കട്ടെ. ഐ ലവ് യു ഓൾ. താങ്ക് യു. മൂക്കിൽ സ്ഥിരം വിരലിട്ട് ഒരു 10-15 ദിവസം ശീലിച്ചു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് കഴിയുമ്പം അറിയാതെ തന്നെ മൂക്കിലേക്ക് വിരൽ പോകും. നോക്കിയാൽ മതി. ദാറ്റ് ഈസ് ശീലങ്ങൾ. നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കും. താങ്ക് യു.